ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കീഴിൽ ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 2 മെസഞ്ചർ നൈറ്റ് വാച്ച്മാൻ മെയിൻ എക്സാമിന്റെ ആൻസർ കീ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളുടെ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് A ആണ് കേട്ടോ. സോ നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓക്കെ, ദ കറക്റ്റ് ആൻസർ സംവാദ് കൗമുദി എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, DK കാർവേ ആണ്. DK കാർവേ ആണ്. ആൻഡ് ദെൻ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കൽ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മറാത്തി ആണ്. നാലാമത്തെ ചോദ്യം: ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഓക്കെ, ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അവനീന്ദ്രനാഥ ടാഗോർ ആണ് ശരിയായ ഉത്തരം. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? എത്ര തവണയാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഒരു തവണ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ, ആറാമത്തെ ചോദ്യമാണ്: ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, NV കൃഷ്ണവാര്യർ ആണ്. ഓക്കെ, NV കൃഷ്ണവാര്യർ ആണ് ശരിയായ ഉത്തരം. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, റഷ്യ. എട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു, ബാലഗംഗാധര തിലക്. ആൻഡ് ദെൻ ഒമ്പതാമത്തെ ചോദ്യം: തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് എന്നായിരുന്നു ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പുന്നപ്ര വയലാർ സമരമാണ്. പത്താമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത് എന്നാണ് ചോദ്യം. പത്താമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വെല്ലൂർ കലാപം. ആൻഡ് ദെൻ അടുത്തത് ഡിസ്കസ് ചെയ്യാം. 11ാമത്തെ ചോദ്യമാണ്: ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആരാണ്? 11ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, G ശങ്കരക്കുറുപ്പ്. 12ാമത്തെ ചോദ്യം: വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കുമാരനാശാൻ. കുമാരനാശാൻ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, KM മുൻഷി. 14ാമത്തെ ചോദ്യം: 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 338B ആണ്. ശരിയായ ഉത്തരം 338B ആണ്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ, 15ാമത്തെ ചോദ്യമാണ്: 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 21A ആണ്. 16ാമത്തെ ചോദ്യം: 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, യുണൈറ്റഡ് കിങ്ഡം ആണ്. 17ാമത്തെ ചോദ്യം: യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? 17ാമത്തേതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, വാർത്താവിനിമയം.
18ാമത്തെ ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം എന്നായിരുന്നു. നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, 1969 മുതൽ 74 കാലഘട്ടത്തിൽ നടപ്പാക്കി. മഹനാലോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ആൻഡ് ദെൻ 4ാമത്, ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഏതാണ് ഓപ്ഷൻസിൽ ഏതാണ് ശരി? 18ാമത്തതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 ആണ് കേട്ടോ. 18ാമത്തതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവയാണ് ശരിയായ ഉത്തരങ്ങൾ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നീതി ആയോഗ് NITI ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നത് നീതി ആയോഗ് 2015 ജനുവരി 1 രൂപപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഏതാണ് 19ന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഇതില് ശരിയായ ഉത്തരം, അതായത് തെറ്റായ പ്രസ്താവന. ഓക്കെ, തെറ്റായ പ്രസ്താവന. 20ാമത്തെ ചോദ്യം, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ബി ഓപ്ഷൻ ആണ് കേട്ടോ. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ ആണ് കേട്ടോ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, ഗാന്ധിജിയുടെ മരണം. ഓക്കെ, ഗാന്ധിജിയുടെ മരണമാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, 22ാമത്തെ ചോദ്യമാണ്. 22ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. 22ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്, മൈസൂർ ആണ് കേട്ടോ. ശരിയായ ഉത്തരം മൈസൂർ ആണ്. And the next one, 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏത് എന്നാണ് ചോദ്യം. 23ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, ഓസ്ട്രേലിയ ആണ്. ഓപ്ഷൻ ഡി, ഓസ്ട്രേലിയ. ആൻഡ് ദെൻ 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, വിഴിഞ്ഞമാണ്. 25ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ്. ശരിയായ ഓപ്ഷൻ ഇതില് തിരഞ്ഞെടുക്കുമ്പോൾ 25ാമത്തതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 and 5 മാത്രമാണ്. ഓക്കെ, തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്തത് ഏതൊക്കെയാണ്? 3 ഗുജറാത്ത്, 5 മധ്യപ്രദേശ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാം. 26ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഏതാണ് ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്? 26ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 26ന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തതാണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരയിലാണ് എന്ന പോയിന്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. 27ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, വടക്കൻ സിർക്കാസ് തീരമാണ്. ആൻഡ് ദെൻ 28ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ്. 28ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്?
28ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 29ാമത്തെ ചോദ്യം 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? 29ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, 30ാമത്തെ ചോദ്യം. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ആരാണ്? 30ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. UN സെക്രട്ടറി ജനറൽ ആണ്. 31ാമത്തെ ചോദ്യം. പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് ഏത് എന്ന് കണ്ടെത്തുക. ഏതാണ് ശരിയായ ഉത്തരം? 31ല് ഓപ്ഷൻ ഡി ആണ്. അതായത് ഇതാണ് തെറ്റായത് കേട്ടോ. ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ എന്നതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്, തെറ്റായത്. അതുകൊണ്ട് നമ്മൾ ഉത്തരമായി സെലക്ട് ചെയ്തേണ്ടത് ഓപ്ഷൻ ഡി ആണ്. 32ാമത്തെ ചോദ്യം. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾ വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായ ഉത്തരം? 32ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇറാൻ. ആൻഡ് ദെൻ 33ാമത്തെ ചോദ്യം. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 33ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആണ്. ആൻഡ് ദെൻ 34ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 34ാമത്തതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 ആൻഡ് 2, അതായത് കണ്ണൂറും കാസർഗോഡുമാണ്. ഓക്കെ, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. 35ാമത്തെ ചോദ്യം. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 35ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 78. 36ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. 36ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം അഷ്ടമുടി കായലാണ്. ആൻഡ് ദെൻ 37ാമത്തെ ചോദ്യം. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നതായിരുന്നു ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ആൻഡ് ദെൻ 38ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഷോളയാർ, പാലക്കാട്. 39ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, ആറളമാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ 40ാമത്തെ ചോദ്യമാണ്. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് എന്നാണ് ചോദ്യം. 40ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇരവികുളം ദേശീയോദ്യാനം. 41ാമത്തെ ചോദ്യം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക എന്നതാണ്. ഓക്കെ, 41ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 5. ഓക്കെ, 1, 2, 5. യോജിക്കുന്നത് ഏതൊക്കെയാണ്? 1 ബേപ്പൂർ കോഴിക്കോട്, 2 മുനമ്പം എറണാകുളം, 5 എന്ന് പറയുന്നത് എന്താണ്? അഴീക്കൽ കൊല്ലമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കുക. 42ാമത്തെ ചോദ്യം. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 42ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അത്ലറ്റിക് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? 43ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്.
44-ാമത്തെ ചോദ്യം, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 44-ാമത്തതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ആൻഡ് ദെൻ 45-ാമത്തെ ചോദ്യമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. 45-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 45-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്നാണ് വിശേഷിപ്പിച്ചത്. 46-ാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. 46-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഇന്ത്യയാണ്. 47-ാമത്തെ ചോദ്യം, ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണമെന്ത്? ആഹാരത്തിന്റെ രുചി അറിയാൻ, പല്ലിന് വ്യായാമം ലഭിക്കാൻ, ദഹനം സുഗമമാക്കാൻ, ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ഏതാണ് ശരിയായ ഉത്തരം? 47-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 48-ാമത്തെ ചോദ്യം, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? 48-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം മാലിക് ആസിഡ് ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 49-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേരെന്ത്? ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് ആദിത്യ-1, ആദിത്യ L1 എന്നാണ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, 50-ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം 50ന്റെ ഉത്തരം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. ആൻഡ് ദെൻ 51-ാമത്തെ ചോദ്യം, മികച്ച നടനുള്ള 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര് എന്നാണ്. 51-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, അല്ലു അർജുൻ ആണ്. 52-ാമത്തെ ചോദ്യം, 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 52ന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാരീസ്. 53-ാമത്തെ ചോദ്യം, നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? 53-ാമത്തെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, അപര്യാപ്തത രോഗങ്ങളാണ്. ഓക്കെ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. ആൻഡ് ദെൻ 54-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇന നെല്ലിനങ്ങൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇന നെല്ലിനങ്ങൾ ഏവ? 54-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പവിത്ര അന്നപൂർണ. പവിത്ര അന്നപൂർണ. 55-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം നോക്കാം നമുക്ക്. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. 55-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. 56-ാമത്തെ ചോദ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. 56-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 3 ശരിയാണ്. 1, 3 ശരിയാണ്, അതായത് കാൽസ്യവും ഫോസ്ഫറസുമാണ് ശരിയായ ഉത്തരം. 57-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ വംശനാശന ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ് വംശനാശ ഭീഷണി നേരിടുന്നത്? 57-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2, 3 ശരിയാണ്, അതായത് മലമുഴക്കി, വേഴാമ്പൽ, മലബാർ വെരുക് എന്നിവയാണ് ശരിയായ ഉത്തരം. 58-ാമത്തെ ചോദ്യം, 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. 58ന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കോഴിക്കോട്. 59-ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഏതാണ് 59-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചെറുധാന്യം. 60-ാമത്തെ ചോദ്യം,
ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരി അല്ലാത്ത ജോഡി കണ്ടെത്തുക. 60-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സിങ്ക് ഗലീന. 60-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ബി ആണ് കേട്ടോ, ബി. And the next one, 61-ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? 61-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2, 3. അതായത് മാസ്, പ്രവേഗം. 62-ാമത്തെ ചോദ്യം. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടതാണ് മൗയി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? 62-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്വാണ്ടം ഡോട്ട്സ് ആണ്. And then 63-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 63-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ ശരി അല്ലാത്തത് കണ്ടെത്തുക. ഏതാണ്? 63-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ് ശരിയല്ലാത്തത്. ഓക്കെ, 4 മാത്രം. അതായത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. And the next one, ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത്? 64-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും എന്നതാണ് ശരിയായ ഉത്തരം. 65-ാമത്തെ ചോദ്യം. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 65-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം 3 ആണ്. 66-ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 66-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 4. 1, 4 ആണ് ശരിയായ പ്രസ്താവന. അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. 4-ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. 67-ാമത്തെ ചോദ്യം. ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? 67-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. 68-ാമത്തെ ചോദ്യം. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? 68-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2 ശരി, അതുപോലെ തന്നെ 4 ശരി. 69-ാമത്തെ ചോദ്യം. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിലെ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ്? 69-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 3 ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. 3-ാമത്തെ പോയിന്റ്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാരുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 1, 3 ശരി. അതുകൊണ്ട് ഓപ്ഷൻ എ തിരഞ്ഞെടുക്കുക. 70-ാമത്തെ ചോദ്യം. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഏതാണ് എന്നാണ് ചോദ്യം. 70-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്റ്റെതസ്കോപ്പ്. 71-ാമത്തെ ചോദ്യം. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? വാക്സിനുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഓപ്ഷൻ എ ആണ്. വാക്സിനുകളെല്ലാം കുത്തിവയ്പിലൂടെ നൽകുന്നവയാണ് എന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 72-ാമത്തെ ചോദ്യം. വൈറ്റ് കീൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. 72-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, കണ്ണാണ്. 73-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡയേറിയ, ബാക്ടീരിയ.
ആൻഡ് ദെൻ 74ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ആയിട്ടുള്ളവ കണ്ടെത്തുക. 74ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 ശരി 2 ശരി. അതായത് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. 2 പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. 75ാമത്തെ ചോദ്യം, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത് എന്നാണ്. 75ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അതെന്താണ്? ശരി അല്ലാത്ത പ്രസ്താവനയാണ്. 76ാമത്തെ ചോദ്യം, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? 76ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. 1 ശരി 4 ശരി. അതായത് ഒന്നാമത്തെ പോയിന്റ്, ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. 4 കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. 77ാമത്തെ ചോദ്യം, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 77ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹൃദയം. 78ാമത്തെ ചോദ്യം, അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാതൃക അരി എന്നറിയപ്പെടുന്നു? 78ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ആസം. 79ാമത്തെ ചോദ്യം, 2023 ഓഗസ്റ്റില് EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്തത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് എന്നുള്ളതാണ്. 79ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മഹാരാഷ്ട്ര. 80ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ്. ഓപ്ഷൻ എ കേരളമാണ് ശരിയായ ഉത്തരം. 81ാമത്തെ ചോദ്യം മുതൽ നമുക്ക് മാത്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. 32ന്റെ സ്ക്വയർ 1024 ആയാൽ 0.001024ന്റെ വർഗമൂലം എത്രയാണ് എന്നാണ് ചോദ്യം. 81ന്റെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. 82 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 82ന്റെ ശരിയായ ഓപ്ഷൻ എ ആണ്. 6. 83 3 + 6 + 9 ഡോട്ട് പ്ലസ് 180 എത്ര എന്നുള്ളതാണ് ചോദ്യം. 83ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 84ാമത്തെ ചോദ്യം, 3 × 10 + 5 × 1 + 8/10 + 3/1000 എത്ര എന്നുള്ളതായിരുന്നു. 84ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 85ാമത്തെ ചോദ്യം, എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക എന്നതായിരുന്നു. 85ന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 8:3 ആണ്. 86ാമത്തെ ചോദ്യം, ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 86ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 87ാമത്തെ ചോദ്യം, 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? 87ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 8. അടുത്ത ചോദ്യം, ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800 760 780 750 എന്നിങ്ങനെയാണ് എങ്കിൽ 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപ ആയാൽ 6ാം ദിവസത്തെ കൂലി എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം എത്രയാണ്? 88ാമത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 840. 89ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്രയാണ്? 89ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 120. 90ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 5 ആണ്. 91ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 5/8 ആണ്.
92-ാമത്തെ ചോദ്യം 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം നടക്കും എന്നുള്ളതായിരുന്നു 92-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 45 ആണ്. അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സംഖ്യയിൽ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം. 93-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് 121. 94-ാമത്തെ ചോദ്യം ശ്രേണിയുടെ അടുത്ത പദം കണ്ടെത്തുക എന്നതായിരുന്നു. 94-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് KMN ആണ്. 95-ാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്നതായിരുന്നു. 95-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 96-ാമത്തെ ചോദ്യം അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുമെങ്കിൽ വിജയന് വയസ്സ് എത്രയാണ് എന്നുള്ളതാണ്. 96-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് 9. 97-ാമത്തെ ചോദ്യം 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് 97-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 98-ാമത്തെ ചോദ്യം SUN എന്ന വാക്ക് RTTVMO എന്ന കോഡ് ചെയ്താൽ PEN എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു 98-ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ആൻഡ് ദെൻ 99-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. 0.248 ആണ്. 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ് എന്താണ് ആൻസർ എന്നുള്ളതായിരുന്നു ചോദ്യം. 100-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. 2ന്റെ ക്യൂബ് ഗുണം 3ന്റെ സ്ക്വയർ ആൻഡ് ദെൻ എന്താണ് 2ന്റെ സ്ക്വയർ ഇൻറ്റു 3യുടെ ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാഗു ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം 216 ആണ്. ഓക്കെ, അപ്പോ എല്ലാ ആൻസേഴ്സും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നമുക്ക് കണക്കാക്കാം. ആൻഡ് ദെൻ ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താ നമുക്ക് വരാൻ സാധ്യതയുണ്ടോ എന്താണെന്നുള്ളത് അറിയാം. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.